പാൽ കവർ കളയണ്ട കേട്ടോ. നമുക്കിതാ ഇതേപോലെ ബേക്കറി സ്റ്റൈലിൽ മോത്തിച്ചൂർ ലഡു, ചെറിയ ചെറിയ ബൂന്തികളായിട്ടുള്ള മോത്തിച്ചൂർ ലഡു വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റാണ്, ചെറിയ ചെറിയ ബൂന്തികളാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കടലമാവ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ, കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ മാവ് വന്നിട്ട് ഒരുപാട് തിക്കാവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസാവാനും പാടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എത്രയ്ക്കും അളവ് വേണമെന്നുള്ളത്. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്നും കൂടെ കലക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് കണ്ട ഇതേപോലെ ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയല്ല. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കണില്ല, കുറേശ്ശെ വറുത്തെടുക്കുകയാണ്. പിന്നെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഞാനൊരു പാൽ കവർ എടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കഴുകി ക്ലീനാക്കി എടുത്തതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ മിക്സ് നമ്മൾ ഈ പാൽ കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ കവറിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ക്ലിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ എണ്ണ ഒരുപാട് ചൂടാവരുത്, ഒരു മീഡിയം ചൂട് മതി. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൂന്തി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ കവറിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തള്ളി നിന്നിട്ട് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ ഡ്രോപ്പ് കുറച്ചിങ്ങനെ പുറത്തേക്ക് പോകട്ടോ, എന്നാലും കുഴപ്പമില്ല. പിന്നെ അത് കറക്റ്റ് എണ്ണയിലേക്ക് തന്നെ അങ്ങോട്ട് വീണ് തുടങ്ങിക്കോളും. അപ്പോൾ കണ്ട നല്ല മഴത്തുള്ളികൾ പോലെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചെറിയ ചെറിയ ബൂന്തികളായിട്ടാണ് വീണത്. നമ്മൾ മുത്തുമണികൾ എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇതിലേക്ക് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്ന് പറയണത്. ഇത് ചെറിയ ബൂന്തികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ പതുക്കേനെ അങ്ങനെ മുരിഞ്ഞു വരും. ഈ എണ്ണയിൽ തിളയൊക്കെ നിന്നിട്ട് ബൂന്തികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മേലേക്ക് പൊന്തി വരും. തിളയൊക്കെ ഒന്ന് വെറ്റി വരുമ്പോൾ തന്നെ എടുക്കുക കേട്ടോ, കളറൊന്നും മാറണ്ട. അപ്പോൾ ഇതാ എണ്ണയുടെ തിളയൊക്കെ നിന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു അരിപ്പയിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഒരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിൽ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് കുലുക്കി കളയണം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം, വളരെ എളുപ്പമാണ്. ഒന്നും ആദ്യത്തെ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പുറത്തേക്ക് പോകണ പോലെ തോന്നും. പിന്നെ നമ്മൾ ആ കറക്റ്റ് ആ എണ്ണയിലേക്ക് തന്നെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. വേണ്ട, അപ്പം അങ്ങനെ നല്ല എളുപ്പമായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, നല്ല എളുപ്പമാണ്, ഒരു കഷ്ടമൊന്നുമില്ല. ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് തന്നെ കുറേ എണ്ണം ഇതേപോലെ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് 2 ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലിങ്ങനെ പരത്തിയിട്ടാൽ മതി. അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ചെറിയ ചെറിയ ബൂന്തികളാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് നമ്മുടെ ജിലേബി കളർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് പഞ്ചസാര പാകമാകുമൊന്നും വേണ്ട, ഇപ്പോൾ ഇതൊന്ന് അലിഞ്ഞു വന്നാൽ മതി. പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തീ നല്ല സിമ്മിലിട്ട് കേട്ടോ, നല്ല സിമ്മിലിട്ടിട്ട് ഈ പഞ്ചസാര പാനിയിൽ കിടന്നിട്ട് ഈ ബൂന്തി നന്നായിട്ട് വേവണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവണം, എന്നാലാണ് ശരിക്കും ആ ബൂന്തി എന്താ പറയുക, മോത്തിച്ചൂർ ലഡു അങ്ങനെയാണല്ലോ, നല്ല സോഫ്റ്റ് ആയിരിക്കും ബൂന്തിയൊക്കെ. അപ്പം അങ്ങനെ പതുക്കേനെ ഇളക്കി ഈ മൊത്തം വെള്ളം അങ്ങനെ വറ്റി വരണം. ഈ ബൂന്തിയിൽ പിടിച്ചിട്ട് വെള്ളം ഫുള്ളായിട്ട് വറ്റി വരണം. അപ്പം അങ്ങനെ പതുക്കേനെ ഇളക്കി കൊടുത്താൽ മതി.
ഏറ്റവും ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റൊക്കെ വേണ്ടി വരും ഈ പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പോൾ ദാ വെള്ളം മുഴുവനായിട്ടും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് പിടിച്ചോളും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മെലൻ സീഡ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബദാം കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്നും കൂടെ ഇളക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ജ്യൂസിയാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ചൂടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ ചെറിയ ഇങ്ങനെ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ, നല്ല സോഫ്റ്റാണ്. ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കും വീട്ടിൽ തന്നെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു 8 മോത്തിച്ചൂർ ലഡു ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.